ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമ ഇറങ്ങി 14-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഹിന്ദിയിൽ സിനിമ ഇറങ്ങിയിട്ട് ഇന്ന് 7-ാം ദിനമാണ്. 6 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. സിനിമ ഹിന്ദിയിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസ് വരുന്നു. കൂടുതൽ തിയേറ്ററുകൾ കൂട്ടുന്നു, നല്ല കളക്ഷൻ വരുന്നു. ഒപ്പം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ സിനിമയ്ക്ക് ഹിന്ദി റിലീസുകളും വരുന്നു. അതിന് മുന്നോടിയായി ഇതിനകത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, പ്രത്യേകിച്ച് ഡൊമിനിക് അരുൺ ഇതിൻ്റെ സംവിധായകന്. എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷനും ദുൽഖർ സൽമാൻ്റെ ബേഫറർ ഫിലിംസ് പുറത്തുവിട്ടിട്ടുണ്ട്. 202 കോടിയാണ് സിനിമയ്ക്ക് 13 ദിനങ്ങൾ കൊണ്ട് ലഭിച്ചത്. തള്ളുകളില്ലാത്ത ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം. പലപ്പോഴും സിനിമകൾക്ക് മാറ്റിയും അല്ലെങ്കിൽ കുറച്ചൊക്കെ കയറിയും ഒക്കെ കളക്ഷൻ പറയാറുണ്ട്. ഇവിടെ അതൊന്നുമില്ല. എന്തായാലും നമുക്ക് ഹിന്ദിയിലെ ഓരോ ദിനത്തെയും കളക്ഷനിലേക്ക് വരാം. ആദ്യ ദിനം 19 ലക്ഷം രൂപ മാത്രം നേടിയ സിനിമ 7-ാം ദിനം എത്തി നിൽക്കുന്നത് 2,60,00,000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ 2-ാം ദിനം സിനിമയ്ക്ക് 30 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞു. 3-ാം ദിനം അത് 50 ലക്ഷം രൂപ. 4-ാം ദിനമായപ്പോൾ 65 ലക്ഷം രൂപയിലേക്ക് കൂടുന്നു. 125ഓളം സ്ക്രീനിൽ നിന്ന് 300-ന് മുകളിലുള്ള സ്ക്രീനുകളിലേക്ക്. 5-ാം ദിനം വർക്കിംഗ് ഡേ 30 ലക്ഷം രൂപയും 6-ാം ദിനം വർക്കിംഗ് ഡേയിലും 38 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വരുന്നത്. അതായത് 7 ദിനങ്ങൾ കൊണ്ട് സിനിമ 2,60,00,000 രൂപയോളമാണ് ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. സിനിമയ്ക്ക് ഇതുകൂടാതെ ഹിന്ദി റിലീസുകൾ ഇനി കൂടി വരികയാണ്. എന്തായാലും വരുന്ന ദിനങ്ങളിൽ, ശനി ഞായർ ദിനങ്ങളിൽ സിനിമ 1 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ഇനിയും ഹിന്ദി GCC രാജ്യങ്ങളിൽ അല്ലെങ്കിൽ UAEയിലുള്ള റിലീസിൻ്റെ ആ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് കടന്നു വരാം. നാളെ മുതലാണ് UAEയിൽ ആ ഒരു റിലീസ് ഉണ്ടാവുക. വോക്ക് സിനിമാസ് UAEയിലാണ്. അവിടെ ബെർച്ചുമാനിൽ 2 ഷോ ഉണ്ട്, സിറ്റി സെൻറ്റർ ഡയറിയിൽ 4 ഷോ ഉണ്ട്, സിറ്റി സെൻറ്റർ ഷാർജയിൽ 4 ഷോകൾ ഹിന്ദിയുണ്ട്. അതുകൂടാതെ സിറ്റി സെൻറ്റർ ഷിൻഗായിൽ 3 ഷോ ഉണ്ട്, മെഗാപ്ലെക്സ് ഗ്രാൻഡ് ഹയാത്തിൽ 3 ഷോകളുണ്ട്, വെയ്ഫ് മാൾ അറ്റ് വെയ്ഫ് സിറ്റിയിൽ 1 ഷോ ഉണ്ട്. ഇവിടെ ബുക്കിങ്ങും ടൈമുകളും ഒക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ഹിന്ദി വേർഷൻ കാണണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലേക്ക് പോകാം. ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് പല ടൈമുകൾ 1:20, 8 PM, 4:50 അങ്ങനെ കാണിക്കുന്നുണ്ട്. ലോക സിനിമയ്ക്ക് ഹിന്ദിയിൽ ചില തിയേറ്ററുകളിൽ ഇപ്പോൾ 99 രൂപ മാത്രമാണ്. കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ പുതിയ ഒരു അവസരം കൂടെ അവർ ഒരുക്കുക കൂടി ചെയ്യുകയാണ്. ലോകയ്ക്ക് വീണ്ടും റിലീസ് കൂടുകയാണ്. ഇവിടെ ഇക്കുറി പല രാജ്യങ്ങളിലുണ്ട്. തമിഴ് വെർഷൻ വരുന്നത് സിംഗപ്പൂരിലാണ്. അതേപോലെ തന്നെ മലേഷ്യയിലും മലയാളത്തിലും ഇതേപോലെ തമിഴിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. 25-ന് മുകളിലുള്ള സെൻറ്ററുകളിലാണ് വരുന്നത്. 4ഓളം സെൻറ്ററുകളിൽ മലയാളം വരുമ്പോൾ 25-ന് മുകളിലുള്ളിടത്താണ് തമിഴിൽ വരുന്നത്. ഇനി സ്വിറ്റ്സർലാൻഡിലും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു റിലീസാണ് വരുന്നത്. ഈ 3 സ്ഥലങ്ങളിലും സിനിമയ്ക്ക് 12-ാം തീയതിയാണ് റിലീസുള്ളത്. അപ്പോൾ അവിടെയുള്ളവർക്ക് തീർച്ചയായും ഈ സിനിമയിലൊന്ന് കാണാം. ജർമ്മനിയിൽ സിനിമ 3-ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ മികച്ച തിയേറ്ററുകളാണ് കാണുന്നത്. അതുകൂടാതെ ജർമ്മനിയിൽ സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസർ ഇൻ മലയാളം മൂവിയിലേക്ക് ഈ സിനിമ എത്തിയിരിക്കുന്നു. ഓസ്ട്രേലിയൻ ബോക്സ് ഓഫീസിലും സിനിമ തരംഗമാണ്. ടോപ്പ് 3rd പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ടോപ്പ് ഹയസ്റ്റ് ഗ്രോസറായി ഓസ്ട്രേലിയയിലും സിനിമ കളം നിറഞ്ഞാടുകയാണ്. 3-ാം വാരത്തിലും ഈ സിനിമ ആ ഒരു റേഞ്ചിലേക്ക് പോകുമ്പോൾ ടോപ്പ് 1ലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങൾ ഒന്നുമില്ലാതെ ഇരിക്കുന്നു. ലോക ചാപ്റ്റർ 1 നെതർലാൻഡിൽ 3-ാം വാരത്തിലേക്ക് കടക്കുകയാണ്. മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും ഒപ്പം തിയേറ്റർ കൗണ്ടുകളുമായി സിനിമ മുന്നോട്ട് പോവുകയാണ്. സ്വീഡനിൽ സിനിമ 2-ാം വാരത്തിലും സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നു. റിലീസ് ചെയ്ത എല്ലാ സെൻറ്ററുകളിലും സിനിമ ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും. വലിയ രീതിയിലുള്ള കളക്ഷൻ അവിടെ നിന്നും. ഇനി നമുക്ക് സിനിമ ഇതുവരെ നേടിയിരിക്കുന്ന പല റെക്കോർഡുകളിലേക്കൊന്ന് കടന്നു വരാം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമ നേടിയിരിക്കുന്നത് 2nd പൊസിഷനാണ്. ടോപ്പ് ഗ്രോസർ മലയാള സിനിമ 2nd പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഓവർസീസിലും സിനിമ 2nd പൊസിഷനാണ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ സിനിമ നമ്പർ 1 പൊസിഷനിലേക്കും തമിഴ്നാട്ടിലും സിനിമ നമ്പർ 1 പൊസിഷനാണ്. കർണാടകത്തിൽ ഓൾറെഡി നമ്പർ 1 ആണ് സിനിമ. നോർത്ത് ഇന്ത്യയിൽ 2nd പൊസിഷനാണ്. അതായത് മാർക്കോ എന്ന സിനിമയുടെ തൊട്ട് താഴേക്ക് എത്തുന്നു. അതായത് ഇന്നത്തോടെ സിനിമ 2,60,00,000 രൂപ കഴിയുന്നു. ഇനി നോർത്ത് ഇന്ത്യ കഴിഞ്ഞാൽ ജർമ്മനിയിൽ 2nd പൊസിഷനാണ്. ഹയസ്റ്റ് ഗ്രോസർ ഓഫ് 2025 ജർമ്മനിയിൽ. അതുപോലെ ഓസ്ട്രേലിയയിൽ 3rd ഹയസ്റ്റ് ഗ്രോസർ ഇൻ മലയാളമായി മാറുന്നു. ഇതിനോടകം ബുക്ക് മൈ ഷോയിൽ സിനിമയ്ക്ക് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറിൽ 7.45K ടിക്കറ്റ്സുകളാണ്. ഇന്നും സിനിമയുടെ പ്രീസെയിലൂടെ വന്ന 2.5 കോടിക്ക് അല്ലെങ്കിൽ ആ റേഞ്ച് 2 കോടിക്ക് അടുത്തുള്ള എമൗണ്ടാണ്. 2.5 അല്ല, 2 കോടിക്ക് അടുത്തുള്ള എമൗണ്ടാണ്. സിനിമ ഇതുവരെ മികച്ച രീതിയിൽ തന്നെ കളക്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തോടെ സിനിമ 207 കോടി ക്ലബിലേക്ക് കയറും. നാളെ കൊണ്ട് സിനിമ 210 കോടി കടക്കും എന്നുള്ളതും ഉറപ്പിക്കുകയാണ്. ലോകയുടെ 6-ാം ദിനത്തെ കളക്ഷൻ മാർക്കോയുമായിട്ട് ഹിന്ദിയിൽ കമ്പയർ ചെയ്യുമ്പോൾ
മാർക്കോയ്ക്ക് 5,80,000 രൂപ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അതും വെറും 44 ഷോകളായിരുന്നു ഉണ്ടായിരുന്നത്. ലോകയ്ക്ക് 6-ാം ദിനം 38 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞു. 328ഓളം ഷോകൾ. ഇന്ന് വീണ്ടും തിയേറ്ററുകൾ കൂട്ടി 370ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഉള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോകുമെന്നുള്ള ഉറപ്പും കിട്ടുകയാണ്. ഇനി GCCയിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഹിന്ദി സിനിമ കൊഴുക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലോക എല്ലായിടത്തും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വമ്പൻ വിജയമായി മാറുകയാണ്. ഹിന്ദിയിൽ എവിടെ നോക്കിയാലും ഏത് റിവ്യൂ എടുത്തു കഴിഞ്ഞാലും സിനിമയ്ക്ക് അത്രത്തോളം ഹെവി പോസിറ്റീവ് തന്നെയാണ്. എന്താണേലും ടോപ്പ് 4th പൊസിഷനിലാണ് വേൾഡ് വൈഡ് ഈ ഒരു സിനിമ മലയാള സിനിമകളിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കുന്നത് മാർക്കോയുടെ ആ ഒരു റെക്കോർഡ് ഹിന്ദിയിൽ തൂക്കുമോ എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് വീഡിയോസ്.